ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം നാടൻ രീതിയിൽ ചെറുപയർ പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 1/2 കിലോ ചെറുപയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, മുഴുവൻ ചെറുപയർ. അതിന് നമ്മൾ വറുത്തെടുക്കണം. ഈ വറുക്കുമ്പോൾ കഴുകുമൊന്നും വേണ്ട, വാങ്ങിയത് അങ്ങനെ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ അതൊരു ഉരുളിയിലോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കയ്യിലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് വറുത്തിട്ടാൽ മതി. അപ്പോൾ 1/2 കിലോ ചെറുപയറിന് നമ്മൾ 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയും നമ്മൾ പാല് വാങ്ങിക്കുന്നില്ല, നമ്മൾ മുഴുവൻ തേങ്ങ പൊട്ടിച്ച് അതിനെ സാധാരണ നാടൻ രീതിയിൽ പാലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറുപയർ വറന്ന് വരുന്നുണ്ട്. ഇതിപ്പോൾ വറന്നു ചുവപ്പായിട്ടുണ്ട്. ചുവപ്പാവുന്നത് വരെയാണ് വറുക്കേണ്ടത് കേട്ടോ. അത് വറന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. 1-2 പ്രാവശ്യം ക്രഷ് ചെയ്യണം. അത് ഒന്ന് ഇങ്ങനെ പകുതിയായി വരുന്നത് വരെ അതിൻ്റെ തൂളി പോകണം, നമുക്ക് തൂളി പോയി കിട്ടണം. പകുതിയാവുന്നത് വരെ ഒന്നിതാക്കുക. ഇതേപോലെ പകുതിയായി കിട്ടണം. എന്നിട്ട് നമ്മൾ മുറത്തിലിട്ടിട്ട് അതിനെ പാറ്റിയെടുക്കണം. അതിൻ്റെ തൂളിയൊക്കെ പോയിട്ട് പാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പായസം കുടിക്കുമ്പോൾ നമ്മൾ വായിലേക്ക് തൂളിയായിരിക്കും വരുന്നത്. അത് പായസത്തിൻ്റെ രുചി കുറക്കും പൊതുവെ. അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ പാറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ വെല്ലമാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ 1 കിലോ വെല്ലമുണ്ട്. അതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ ചെറുതീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ, തിളച്ച് വന്നു കുറച്ചുകൂടി തിക്കാവുന്നത് വരെ നമ്മൾ അങ്ങനെ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇനി അരിക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ചിരവിയ തേങ്ങ നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് അടിച്ചെടുക്കണം. ഇത് മുമ്പാലിന് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ മുമ്പാലിന് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഇങ്ങനെ കിറുകിറുന്നാക്കിയിട്ട് നമ്മൾ അതിനെ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് കൈ കൊണ്ട് പിഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അരിപ്പയിലിട്ടിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വേഗം പണിയാവാനായിട്ടാണ് നമ്മൾ പുട്ട് അരിക്കുന്ന അരിപ്പയിലിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചായ അരിക്കുന്നതാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ തുണിയിലിട്ടിട്ടും പിഴിയുന്നുണ്ട്. അപ്പോൾ തുണിയിലിട്ടിട്ട് ചെയ്തില്ല, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ഇത് മുമ്പാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇനി ഈ മുമ്പാലെടുത്ത് കഴിഞ്ഞാൽ ഈ നമ്മളെ തേങ്ങേൻ്റെ പീരയുണ്ടല്ലോ, അത് വീണ്ടും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് ജാസ്തി വെള്ളമാക്കിയിട്ട് 2-ാം പാലും 3-ാം പാലും അങ്ങനെ മാറ്റി വെക്കണം. ഈ മുമ്പാൽ എടുക്കുന്നത് പോലെ തന്നെ മുമ്പാൽ വേറെ എടുത്ത് വെക്കുക. പിന്നെ വേറെ പാത്രങ്ങളിൽ 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ തൂളിയൊക്കെ പാറ്റി വെച്ച ചെറുപയറിൽ ആ 3-ാം പാലും 2-ാം പാലും ഒഴിച്ചിട്ട് കുക്കറിലും ഇട്ടിട്ട് വേവിക്കുക. ഇതിപ്പോൾ കുറച്ച് ചെറുപയർ കുക്കറിലിട്ടിട്ടുണ്ട്, കുറച്ച് വേറെ പാത്രത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. കാരണം പതിച്ച് മറിഞ്ഞ് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ വെല്ലം ആയിട്ടുണ്ട്. വെല്ലം നമുക്ക് അരിച്ചെടുക്കാം. വെല്ലത്തിൽ എന്തെങ്കിലും എന്താ പറയുക, പുഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൃത്തിയിടലുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനാണ് അരിക്കുന്നത്. കുറച്ച് ചൂട് മാറിയിട്ട് അരിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് ഉരുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് വേവിച്ച ചെറുപയറായിട്ടുണ്ട്. അതിലേക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ 2-ാം പാലും 3-ാം പാലും കുറച്ച് ജാസ്തി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കുടിക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ച വെല്ലം പായസത്തിലേക്ക് ഒഴിക്കുക. പായസത്തിലേക്കല്ല, വെന്ത ചെറുപയറിലേക്ക് ഒഴിക്കുക. മധുരം ഇട്ടാൽ മാത്രമല്ലേ പായസമുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഇങ്ങനെ ആദ്യം അരിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒഴിക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ പായസത്തിൽ തന്നെ കാണിച്ചിട്ട് അരിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ അരിച്ച് അതിലേക്ക് ഒഴിക്കുക. ഇതിപ്പം ഏകദേശം നമുക്ക് കുടിക്കാനുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതിനിപ്പോൾ വെല്ലമൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ തിളപ്പിക്കും. അപ്പോൾ വെല്ലമൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ആയി എല്ലാം ഇളകി കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരും നമുക്ക്. ഇതിപ്പോൾ തീ കത്തുന്നുണ്ട്. തീയിൽ നന്നായിട്ട് തിളച്ച് വരണം, എന്നാലും മാത്രമേ എല്ലാം യോജിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായാണ് ഇടേണ്ടത്. അത് നമുക്ക്
ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും പായസം തിളക്കുന്നുണ്ട്. ഇപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ചീൻചട്ടിയിൽ പശു നെയ്യിൽ വറുത്തെടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ പശു നെയ്യ് ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഇതുള്ളത് കൊണ്ടാണ് കുറച്ച് മാത്രം ഇടുന്നത്. അത് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടുക, അത് വറുത്ത് കോരുക, പിന്നെ മുന്തിരി എടുക്കുക. മുന്തിരി ബോളായി വരുന്നത് വരെ വെച്ച് വറുത്ത് കോരി എടുക്കുക. ഇതിപ്പം നമ്മളെ പായസം തിളച്ച് റെഡിയായി. നമ്മൾ തീ ഓഫ് ചെയ്തു. അതിനുശേഷം ആദ്യം എടുത്തു വെച്ച മുമ്പാൽ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി, നമ്മൾ വാട്ടി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇടുക. ഇപ്പം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് എല്ലാം ഇളക്കി മിക്സ് ആയാൽ പായസം റെഡി. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുകളിലൊരു നെയ്യിൻ്റെ ഒരു ഇത് കാണാൻ, പശു നെയ്യിൻ്റെ ഒരു ഇത് കാണാനായിട്ട് ഒരു സ്പൂണ് പശു നെയ്യ് ഇട്ട് ഇളക്കി വാങ്ങി വെക്കുക. അപ്പോൾ നമ്മളെ പായസം, ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആറിക്കഴിഞ്ഞാൽ, തണുത്ത് കഴിഞ്ഞാൽ ഈ പായസത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.